ബോബി ചെമ്മണ്ണൂർ 3 വർഷം ഉള്ളിൽ പോകും. മോഹൻലാൽ മാത്രമല്ല ജയസൂര്യയും അങ്ങനെ ചെയ്തില്ലേ? രാഹുൽ ഈശ്വർ ഹണി റോസ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ച് സംസാരിച്ചിട്ടില്ലെന്ന് രാഹുൽ ഈശ്വർ. ചെയ്ത തെറ്റിനെ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയണമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ 3 വർഷം ഒരാളെ ജയിലിൽ ഇട്ടാണോ നാം പ്രതികരിക്കേണ്ടതെന്ന ചോദ്യമാണ് ഞാൻ ഉയർത്തുന്നതെന്നും രാഹുൽ ഈശ്വർ വൺ ഇന്ത്യ മലയാളത്തോട് പറഞ്ഞു. ഇനിയും കേസുമായി മുന്നോട്ടു പോകാതെ ഈ വിഷയം സമവായത്തിൽ തീർക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ചർച്ചകളിലൂടെ ഹണി റോസിനെതിരെ രാഹുൽ രംഗത്ത് വന്നിരുന്നു. തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ എന്നായിരുന്നു ഇതിന് രാഹുൽ ഈശ്വറിന് ഹണി റോസ് നൽകിയ മറുപടി. ഹണി റോസിന്റെ ഈ പ്രതികരണത്തോടെ രാഹുൽ ഈശ്വർ പ്രതികരിക്കുന്നു. ഹണി റോസിന് ആദ്യം തന്നെ വലിയ ബഹുമാനം അർപ്പിക്കുന്നു. തെലുങ്കിലടക്കം നിരവധി സിനിമകൾ ചെയ്ത വ്യക്തിയാണ് അവർ. ഹണി റോസിന്റെ ആദ്യ സിനിമയായ ബോയ് ഫ്രണ്ട് മുതൽ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്റെ അടുത്ത സുഹൃത്തുമാണ്. അടുത്ത ദിവസം ഇറങ്ങാൻ പോകുന്ന ഹണി റോസിന്റെ റേച്ചൽ എന്ന സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എന്നാൽ തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ കൂടി അഡ്രസ് ചെയ്യാൻ ഹണി റോസ് തയ്യാറാകണമെന്നാണ് പറയാനുള്ളത്. രാഹുൽ ഈശ്വർ പറയുന്നു, എനിക്കെതിരെ വന്ന വിമർശനങ്ങളെ ഞാൻ ബഹുമാനത്തോടെ കാണുന്നു. ഞാൻ പൂജാരിയായാൽ അമ്പലങ്ങളിൽ ഡ്രസ് കോഡ് ഉണ്ടാക്കുമെന്നാണ് അവർ പറഞ്ഞ ഒരു കാര്യം. അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ ഇപ്പോൾ ഡ്രസ് കോഡ് ഉണ്ട്. പരിശുദ്ധ വത്തിക്കാനിൽ വരെ ഡ്രസ് കോഡ് ഉണ്ട്. വത്തിക്കാനിലും മക്കയിലും ക്ഷേത്രങ്ങളിലുമെല്ലാം സ്ത്രീകളും പുരുഷന്മാരും മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ആരുടെയെങ്കിലും നിയന്ത്രണം പോകുമെന്ന ഉദ്ദേശത്തിലല്ല അത്തരം നിർദ്ദേശം വെച്ചത്. പരസ്പര ബഹുമാനം, സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്ന് തുടങ്ങിയ ഉദ്ദേശത്തോടെയാണ് ഇതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. ഹണിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നെ വിമർശിച്ചോളൂ, അത് ഹണിയുടെ സ്വാതന്ത്ര്യമാണ്. ബോബി ചെമ്മണ്ണൂർ അത്തരം കാര്യങ്ങൾ പറഞ്ഞതിനോട് ആർക്കും യോജിപ്പില്ല. അത് ശരിയല്ലെന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ക്ഷമ പറയാൻ തയ്യാറാകുന്നത്. പക്ഷേ BNSലെ സെക്ഷൻ 75 4 ഉപവകുപ്പ് പ്രകാരം 1 മുതൽ 3 വർഷം തടവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം നടത്തിയ പ്രയോഗങ്ങൾ ശരിയല്ല. എന്നാൽ അതിനെ ഒരാളെ 3 വർഷം ജയിലിൽ ഇടണോ എന്ന് കൂടി ഹണി റോസ് ചിന്തിക്കണം. മോൺസ്റ്റർ എന്ന സിനിമയിൽ മോഹൻലാൽ സമാനമായ ഒരു ദ്വയാർത്ഥ പ്രയോഗം ഹണി റോസിനോട് നടത്തുന്നുണ്ട്. ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രത്തിൽ ജയസൂര്യയും അങ്ങനെ ചെയ്യുന്നു. അതൊന്നും ശരിയല്ല. ഞാൻ ഹണിയെ നേരിട്ട് വിമർശിക്കും, ദ്വയാർത്ഥം വെച്ച് വിമർശിക്കില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. സമൂഹത്തിൽ നിന്നും സിനിമയിൽ നിന്നും ഇത്തരം പ്രയോഗങ്ങൾ ഇല്ലാതാകണം. പക്ഷേ അതിന് കേസിന് പകരം ബോധവൽക്കരണവും പറഞ്ഞു മനസ്സിലാക്കലും അതിലൂടെ മറുവശത്തു നിന്നും ഉണ്ടാകുന്ന മാപ്പ് സ്വീകരിക്കലും ചെയ്യലുമല്ലേ കുറെ കൂടി ശരിയെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. ഇതിൽ നിന്നെല്ലാം അദ്ദേഹം പാഠം ഉൾക്കൊണ്ട് ബോബി ചെമ്മണ്ണൂർ മുന്നോട്ടു പോകണം. തൃശൂർ പൂരത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്കിവിടെ പറയാൻ സാധിക്കില്ല. ബോച്ചയെ ഇവിടെ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഹണി റോസ് കുറെ കൂടെ വിശാല മനസ്കത കാണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. മാധ്യമങ്ങളെല്ലാം ഹണി റോസിനൊപ്പമാണ്. പക്ഷേ സ്റ്റേജിൽ നിന്ന് 3 സെക്കൻഡുള്ള തമാശ പറഞ്ഞതിന് അദ്ദേഹത്തെ 3 വർഷം ജയിലിൽ ഇടണമെന്ന് ഹണി റോസ് പോലും കരുതുന്നുണ്ടാവില്ല. അത്തരമൊരു നിലപാടിലേക്ക് എത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വസ്ത്രധാരണയിൽ ചില സഭ്യതകളും മാന്യതകളും മര്യാദയും വേണമെന്ന് പറയുന്നത് റീസണബിൾ പോയിന്റ് അല്ലേ? ഹണി റോസ് ഇന്നലെ കോടതിയിൽ പോയപ്പോഴും വളരെ കംഫർട്ടബിൾ ആയ വസ്ത്രമാണ് ധരിച്ചത്. ഇതേപോലത്തെ വസ്ത്രമാണോ പരിപാടികൾക്കും ഉദ്ഘാടനങ്ങൾക്കും പോകുമ്പോൾ ധരിക്കുന്നതെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു.